കാക്ക 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 ഞാൻ സ്വിച്ചിന് എർത്തുണ്ട്. അവിടെ അടുക്കളയില വർക്ക് ഏരിയയിലെ ലൈറ്റ് ഇടുന്ന സ്വിച്ചിന്. ഞാൻ തുടച്ചിട്ടാന്നേ. അന്നും എനിക്ക് എർത്തടിച്ച്, ഇന്നും എനിക്ക് എർത്തടിച്ച്. ഞങ്ങക്ക് വെറുത്തടിക്കണ്ടി, കാക്ക അടിക്കണില്ല എന്നും പറഞ്ഞ് ഒന്ന് എനിക്ക് നോക്കിയേ. ഒരു ഇലക്ട്രീഷ്യന്റെ വീടാണ്. ഇത് സ്വിച്ച് നന്നാക്കാൻ പറഞ്ഞിട്ട് അതിന് പറ്റൂല. ആരെങ്കിലും ഫോൺ വിളിച്ച് മെയിൻ്റെനൻസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ടൂൾ ബോക്സ് എടുത്ത് പോണതാണല്ല. ഞാൻ ശരിയാക്കാം, നോക്കട്ടെ. ഞാൻ ഒന്ന് തൊട്ടപ്പോ ചോക്കുന്നുണ്ടായിരുന്നു. ഈ സ്വിച്ച് അല്ലേ? ആ വർക്ക് ഏരിയയിൽ ഈ സ്വിച്ച്. ഒരു ചെറിയ തരിപ്പല്ലേ ഉള്ളൂ റംസി, അത് ഞാൻ മേടിച്ചിട്ട് ശരിയാക്കാം. ഇപ്പൊ എന്തായാലും നടക്കൂല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ട് നന്നാക്കിയിട്ട് കാര്യം. ആദ്യടി കുഴപ്പമൊന്നുമില്ല, നീ നോക്കിയേ. എത്ര ദിവസമായി പറയണേ ഈ സ്വിച്ച് ഒന്ന് ശരിയാക്കാനായിട്ട്. ഒരു ഇലക്ട്രീഷ്യൻ വീട്ടിലുണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങനെ വരട്ടെ രണ്ട് പറയുന്നുണ്ട്. ആ മഞ്ഞുണ്ട്. അതെ, ആ സ്വിച്ച് മാറ്റാന്ന് പറഞ്ഞിട്ട് മാറ്റാതിരുന്നു. എനിക്ക് ഇന്നും ഷോക്ക് അടിച്ച്. വർക്ക് ഏരിയയിൽ വല്ല മെഴുകുതിരിയും കത്തിച്ച് കയറി. തൽക്കാലത്തേക്ക് ഞാൻ 2 ദിവസം ശരിയായി. 2 ദിവസം നാളെ തന്നെ ശരിയാക്കി തരാം. മെഴുകുതിരി കത്തിച്ചൊന്നും പെരുമാറാൻ പറ്റൂല. എന്തായാലും നാളെ സ്വിച്ച് മാറ്റണം. എന്റെ പൊന്നെ, നാളെ മാറ്റാം. ഒരു സ്വിച്ചിന്റെ കേസല്ലേ ഉള്ളൂ. നാളെ തന്നെ ഞാൻ മാറ്റി തരാം. കാക്ക, ആ സ്വിച്ച് വാങ്ങിയിട്ട് 2 ദിവസമായി. ഇന്നെങ്കിലും ഫിറ്റ് ചെയ്യോ? ഞാനൊന്ന് നോക്കട്ടെ റംസി, സമയം ഉണ്ടായില്ല എന്നാ ചെയ്യാനായിട്ട്. സ്വിച്ച് തന്നെ കിട്ടിയത് ഞാൻ ചെയ്യത്. നീ സങ്കടപ്പെടുന്നു, ഞാൻ ചെയ്തുതരാം കേട്ടാ. ആരോട് പറയാൻ, ആര് കേക്കാൻ? എന്റെ വീട്ടില് ഇതെന്താ സ്വിച്ച് കൂടെ കഴിച്ചിട്ടാണ്? ഞാനുള്ളപ്പോ വേറെ ഇലക്ട്രീഷ്യനോ? നീ ഏതാ? ഞാൻ ഷിബു. നിന്നെ ആരെ വിളിച്ച? അത് ഇവിടത്തേക്ക് വിളിച്ചാണ് രാവിലെ. എപ്പോഴാ സമയം കിട്ടിയത്? സ്വിച്ച് കംപ്ലൈന്റ് ഉണ്ടായല്ലേ? സ്വിച്ചിന് ചെറിയൊരു തരിപ്പുണ്ടായി, അപ്പൊ അത് മാറ്റി കളയാൻ വേണ്ടി. റംസിയെ പോരാട്ടോ. റംസേ, ആ എന്താണ്? ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഇലക്ട്രീഷ്യൻ വിളിച്ചതിനാ? ആരെ പുള്ളിനെ വിളിച്ചത് ശരിയാക്കാനായിട്ട്? ഞാൻ ഇവിടെ ഉണ്ടായില്ലേ? 2 ആഴ്ചയില്ലേ കാക്കാനോട് പറയണേ. ഇവിടെ നീ ഷോക്ക് അടിക്കാത്തതായിട്ട് ആരുമില്ല. ഭാവിച്ചാണ് ഇലക്ട്രീഷ്യനെ വിളിച്ചത്. എടി, ഞാനിവിടെ ഉള്ളപ്പോ വേറൊരാളെ പുറത്ത് വിളിച്ചിട്ട് പണിപ്പിച്ചത് ശരിയായില്ല. ബാബുജിക്കെങ്കിലും എന്റെ അടുത്ത് ഒരു വാക്ക് പറയാൻ വേണ്ടായില്ലേ? എന്നും പറഞ്ഞ് ഞങ്ങക്ക് അവിടെ അടുക്കളയിൽ പണിയെടുക്കണ്ടേ? ആ ഇലക്ട്രീഷ്യന് എത്ര കാശാന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുത്തേക്ക്. സ്വിച്ച് മാറാൻ പറഞ്ഞിട്ട് നാളെ നീളയല്ലായിരുന്നാ? കാക്ക ഈ വീട്ടിലെ വെറും ശശിയാണ്. ശശിയാ? കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞ്. എത്രയും ചേട്ടാ, അതൊരു 250 രൂപ. 250 ഞങ്ങള് 150 മേടിക്കാറ്. ഓക്കെ ഓക്കെ. ചേട്ടൻ ഇലക്ട്രീഷ്യൻ ആയിരുന്നല്ലേ? ആ, ചേട്ടൻ്റെ പേര് ശശി എന്നാണോ? ശശിയാ? ശശി ഇല്ല, ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലേ? അത് മതി. ഓ അല്ല ചേട്ടാ, ഞാൻ ആ ഇത്ര പറഞ്ഞപ്പോ കേട്ടതാണ്. അതാണ്. അപ്പോൾ ഓക്കെ. ചേട്ടാ, കേരളത്തിൽ ഉണ്ടാവൂല ഒരു ഇലക്ട്രീഷ്യൻ്റെ വീട്ടിൽ വന്ന് വേറൊരു ഇലക്ട്രീഷ്യൻ വന്നത്. എന്ത് കാര്യം പൊടി. ഒരു ചെറിയ പണിയുണ്ട്, ചെയ്യാൻ പറ്റോ? ആ ടാപ്പിന്റെ അവിടെ ചെറിയൊരു ലീക്കുണ്ട്. ലീക്കാ? ഇപ്പൊ തന്നെ മാറ്റാം. അതിനെയൊക്കെ കൂടി പുറത്തുനിന്ന് ആളെ വിളിക്കും. എവിടെ? അല്ലെങ്കിൽ നാളെ ആവട്ടെ.